ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പാണ് നാളെ. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലെ 88 മണ്ഡലങ്ങളാണ് വിധിയെഴുതുക. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുകയാണ്. അതിനിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ JP നഡ്ഡ ബാഗുകളുമായി എത്തിയെന്ന് RJD നേതാവ് തേജസ്വി യാദവ് ആരോപിച്ചു. 13 സംസ്ഥാനങ്ങളിലെ 88 മണ്ഡലങ്ങൾ വിധിയെഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വീറും വാശിയുമേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷമാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലെത്തുന്നത്. പരസ്യപ്രചരണത്തിന് കൊടിയിറങ്ങിയതോടെ 88 മണ്ഡലങ്ങളിലും ഇന്ന് നിശബ്ദ പ്രചരണമാണ്. ആകെ 1210 സ്ഥാനാർത്ഥികൾ. കേരളത്തിലെ ആകെയുള്ള 20 മണ്ഡലങ്ങളിലേക്കും നാളെ വോട്ടെടുപ്പ് നടക്കും. 28 ലോക്സഭാ മണ്ഡലങ്ങളുള്ള കർണാടകയിലെ 14 സീറ്റിലേക്കും നാളെയാണ് വോട്ടെടുപ്പ്. രാജസ്ഥാനിലെ 13 സീറ്റിലേക്കും ഉത്തർപ്രദേശിലെ 8 സീറ്റിലേക്കും അസമിലെയും ബീഹാറിലെയും 5 സീറ്റിലേക്കും ഛത്തീസ്ഗഡിലെ 3 മധ്യപ്രദേശിലെ 7 മഹാരാഷ്ട്രയിലെ 8 പശ്ചിമ ബംഗാളിലെ 3 ത്രിപുര ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ 1 സീറ്റിലേക്കും വോട്ടെടുപ്പ് നടക്കും. ആദ്യഘട്ടത്തിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത മണിപ്പൂരിലും നാളെ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതുന്ന 88 മണ്ഡലങ്ങളിൽ 2019 NDA 62 സീറ്റിലും ഇന്ത്യ സഖ്യം 25 സീറ്റിലുമായിരുന്നു വിജയിച്ചത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ നാളെ ജനവിധി തേടും. അതിനിടെ BJP ദേശീയ പ്രസിഡന്റ് JP നദ്ദ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയത് 5 വലിയ ബാഗുകളുമായെന്ന് RJD നേതാവ് തേജസ്വി യാദവ് ആരോപിച്ചു. വോട്ടെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിൽ ബാഗുകൾ എത്തിച്ചതായും ബാഗുകൾ പരിശോധിക്കണമെന്നും തേജസ്വി ആവശ്യപ്പെട്ടു. ബീഹാറിൽ BJPയെ നേരിടാൻ കോൺഗ്രസും RJDയും സഖ്യത്തിലാണ് മത്സരിക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.